ഹലോ മക്കളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അതുൽ സാറാണ്. അപ്പോൾ 8ാം ക്ലാസ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോണതാ മാത്സിലെ 4 ചാപ്റ്റർ നമുക്ക് ഓൺ എക്സാമിന് പഠിക്കാനല്ലേ. ആ 4 ചാപ്റ്ററിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു സംഭവം ഉണ്ട്, മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും ഉണ്ട്. സാർ മാത്സ് മാത്രമേ പറയുന്നുള്ളൂ. മാത്സിന് 4 ചാപ്റ്റർ ഉണ്ട്. ആ 4 ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൺ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഏറ്റവും ചെറിയ വീഡിയോയിൽ. ഓക്കെ അല്ലേ? അപ്പം മറക്കാണ്ട് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മക്കളെ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ് വളരെ സിമ്പിളാണ്, ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്, വളരെ കുഞ്ഞി ചാപ്റ്ററാണ് അല്ലേ. സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കുക? അപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്ന മുന്നേ നിങ്ങളിതാ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. 1 മുതൽ 20 വരെയുള്ള സ്ക്വയേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. ഇപ്പോൾ ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോസ് ചെയ്യുക, ഇപ്പം തന്നെ പഠിക്കുക. ഞാൻ നടുലുണ്ട് കേട്ടോ, ഞാൻ നടുലുണ്ട്. നിങ്ങൾ നേരെ പോസ് ചെയ്യുക, ഇപ്പം തന്നെ നിൽക്കട്ടെ. പോസ് ചെയ്തേ. ഓക്കെ, 2 നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്ന മക്കളെ ഇപ്പം തന്നെ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ അല്ലേ? സെറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം ചെയ്യാം എന്താ 64ൻ്റെ സ്ക്വയർ. എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാം? എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എങ്ങനെയാണ് സ്ക്വയർ കാണാം? 2 ഡിജിറ്റ് ആവണം. 2 ഡിജിറ്റ് നമുക്ക് ചോദിക്കുള്ളൂ, വേറെ ചോദിക്കില്ല. 64ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം? അപ്പോൾ നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ 64 ആദ്യം മാറ്റണം. 64 എങ്ങനെയാണ് മാറ്റുക? 64 മാറ്റുക എങ്ങനെയാണ്? 60 + 4 ആണ് 64, ശരിയല്ലേ? ഞാൻ 16 4 ആക്കി മാറ്റി. 64 എന്ന് പറഞ്ഞാൽ 60 + 4 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? 64ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് സാർ ആദ്യം ചെയ്യണതാ 60ൻ്റെ സ്ക്വയർ എടുക്കുക. 60 സ്ക്വയർ പ്ലസ്. ഓക്കെ, ഇനി 16 4 അല്ലേ, ഈ 16 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 60 × 4 വരും. ഇനി നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ടത് ഇതാണ്, എല്ലാവരും മറന്നു പോകുന്നത്. 60 × 4 ചെയ്തതിന് ശേഷം ഒരു × 2 കൂടി നിർബന്ധമായിട്ടും കൊടുക്കണം. ഇത് മറക്കരുത്, ഈ 2 മറക്കരുത്. ഇതിലാണ് കാര്യമുള്ളത്, ഒരു കാരണവശാലും 2 മറക്കരുത്. പ്ലസ് അടുത്ത ലാസ്റ്റ് ഇതാ 4 ആണ്. ആ 4ൻ്റെ സ്ക്വയർ എഴുതി, 4 സ്ക്വയർ. ഓക്കെ, 60 സ്ക്വയർ പ്ലസ് ആദ്യം 16 സ്ക്വയർ എഴുതി, 60 × 4 ചെയ്തു, × 2 ചെയ്യാൻ മറക്കരുത്, നിർബന്ധമായിട്ടും × 2 ചെയ്യണം. പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, 16 സ്ക്വയർ എങ്ങനെയാണ് കാണാം? നമുക്കറിയാം 6ൻ്റെ സ്ക്വയർ നമുക്കല്ലേ, 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ ഞാൻ 36 എഴുതി. ഓക്കെ, 60ൽ ഒരു 0 അല്ലേ, സ്ക്വയർ അല്ലേ, അപ്പോൾ 2 0 അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ ഒരു 0 ആണെങ്കിൽ 2 0 കൊടുക്കുക, മതി. പ്ലസ് ഇനി അടുത്ത് നോക്കാം. 60 × 4 × 2. 4 × 2 പറഞ്ഞാൽ 8 ആണ്. 60 × 8 ചെയ്ത് നോക്കാം. 60 × 8 മനസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്, നിർമ്മ സുഖമായിട്ട് നിങ്ങൾ ചെയ്തോട്ടോ. 6 × 8 എത്ര? 48. അപ്പം കിട്ടും നമുക്ക് 480 എന്ന് കിട്ടും. പ്ലസ് 4 സ്ക്വയർ എത്ര? 16 ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞത് പഠിക്കാൻ പറഞ്ഞതാണ്, നിർബന്ധമായിട്ട് 1 to 20 സ്ക്വയർ പഠിക്കണം. 3600 + 480 + 16 അല്ലേ, അങ്ങോട്ട് പ്ലസ് ചെയ്തോളാം. 3600 480 16 ഇതും 6 9 10 ബാക്കി 1 4 അല്ലേ. ആൻസർ നമുക്ക് കിട്ടും 4096 എന്ന് കിട്ടും. സിമ്പിളായിട്ട് ചെയ്തോ, സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 47ൻ്റെ സ്ക്വയർ. അപ്പോൾ 47 നമ്മൾ എങ്ങനെ എഴുതും? 47 നമുക്ക് 40 + 7 എഴുതാം, ശരിയല്ലേ? 47 40 + 7 എഴുതാം. ഇനി എങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കും? ആദ്യം 40ൻ്റെ സ്ക്വയർ അല്ലേ, 40ൻ്റെ സ്ക്വയർ എഴുതി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി ഞാൻ പ്ലസ് ചെയ്യുന്നു. 40 × 7 അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ 40 × 7 ചെയ്യുന്നു. മറക്കാണ്ട് ചെയ്യേണ്ടതാണ്, × 2 ചെയ്യണം. × 2 നിങ്ങൾ ഒരു കാര്യവശാലും മറക്കരുത്, മറന്നാൽ തെറ്റിപ്പോയിട്ടാ, തെറ്റിപ്പോയി. പ്ലസ് ബാക്കി ആരും കൊണ്ട് ഒരു 7ൻ്റെ സ്ക്വയർ കൂടി ഉണ്ട്, 7ൻ്റെ സ്ക്വയർ ആണ് എഴുതി. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി എന്ത് നോക്കാം? 40ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്രയാ? 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇവിടെ ഒരു 0 ആണെങ്കിൽ 2 0 ഞാൻ കൊടുത്തു. ഓക്കെ, പ്ലസ് 40 × 7 × 2. 7 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 അല്ലേ, 14. അപ്പോൾ 40 × 14 ചെയ്താൽ പോലെ, 40 × 14 ചെയ്ത് നോക്കിയേ, 0 16 വരും, 0 4 0 അല്ലേ, 0 6 5 5 16 വരും. ഇവിടെ 5 16 എഴുതി. പ്ലസ് 7ൻ്റെ സ്ക്വയർ നമുക്കറിയാം 49 ആണ്. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ പോലെ, ഇതാ പ്ലസ് ചെയ്തോ നമുക്കതാ 1600 പ്ലസ് 560 പ്ലസ് 49 അല്ലേ, 9 വന്നു, 0 ബാക്കി 1 വന്നു, 12 ബാക്കി 1 2 2 2 2 2 0 9 ഈസ് ദി ആൻസർ. ഓക്കെ, ഇത്ര സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് ചെയ്യാം. 88 കുറച്ചുകൂടി വലിയ നമ്പറാണ്. 88ൻ്റെ സ്ക്വയർ. 88 അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 88 നോക്കുള്ളത് 80 + 8 ആക്കി എഴുതി. 80 + 8 ആക്കി എഴുതി, നമുക്കറിയാം, സിമ്പിളായിട്ട് അറിയാം അല്ലേ. അപ്പോൾ 80ൻ്റെ സ്ക്വയർ ആദ്യം കാണാം. അപ്പോൾ ആദ്യം ഞാൻ 80ൻ്റെ സ്ക്വയർ കാണുന്നു. 80 സ്ക്വയർ പ്ലസ്, പിന്നെ 8 മൾട്ടിപ്ലൈ അല്ല, 80 × 8 മറക്കാണ്ട് എടുക്കുന്നതാണ്. × 2 ചെയ്യണം, × 2 മറക്കരുത്.
വീണ്ടും 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 പറഞ്ഞ് ഇൻറ്റു 2 മറക്കരുത്. പ്ലസ് വരും മക്കളെ. ആദ്യം ഇനി 8ന്റെ സ്ക്വയർ ലാസ്റ്റുള്ള ഈ 8ന്റെ സ്ക്വയർ ചെയ്താൽ മതി. 8ന്റെ സ്ക്വയർ 64 ആണ് ഞാൻ എഴുതി. 64 64 0 അല്ലേ, 2 0 വരും. 2 0 1 പ്ലസ് 80 × 8 × 60 സോറി 8 × 2 അല്ല 8 × 2 പറഞ്ഞാൽ നമുക്കറിയാം 16 ആണ് അറിയാം. അപ്പോൾ 80 × 60 അങ്ങോട്ട് ചെയ്താൽ മതി. 80 × 16 ചെയ്താൽ മതി. 0 6 × 8 എത്ര മക്കളെ 48 വന്നു. 0 പിന്നെ 0 8 വന്നു അല്ലേ. 0 8 1 2 1 2 80 വന്നു. പ്ലസ് 8ന്റെ സ്ക്വയർ എത്ര മക്കളെ 64 അല്ലേ. 64 പ്ലസ് ചെയ്തോ 6400 പ്ലസ് 1280 പ്ലസ് 64 എന്നിട്ട് നമുക്ക് 4 14 റിമൈൻഡർ 1 5 7 7 അല്ലേ. അപ്പം 7744 ഈസ് ദി ആൻസർ. ആൻസറൊക്കെ ശരിയാണോ നോക്കട്ടോ. സാർ ഇത് ഒറ്റ ചെയ്യാണ്, ചിലപ്പോൾ തെറ്റിപ്പോ. അപ്പോൾ നിങ്ങൾ കാര്യമാണ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കണ്ടി പെട്ടെന്ന് കമൻറ്റ് ഇട്ടോ, ഒരു പ്രശ്നമില്ല. ഓക്കെ റെഡി. അപ്പോൾ ഇത്രയുള്ള ആൻസർ, ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട് ചെയ്യില്ല. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെങ്കിലും നിങ്ങൾ ചെയ്യും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട്, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഡെസിമൽ കൂടി നോക്കിയാൽ മതി. ഡെസിമൽ നോക്കിയാൽ പരിപാടി കഴിഞ്ഞാൽ സിമ്പിളാടാ. ഡെസിമൽ ചെയ്ത് നോക്കില്ല. താഴെ 3 ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 2.3 അല്ലേ. അപ്പോൾ 2.3 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 2.3 നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതാം. ആദ്യം 2 പോയിന്റ് ഇല്ലാത്ത നമ്പറിന് എഴുതാം. പോയിന്റ് നമ്പർ ഏതാ 2. എത്ര പോയിന്റ് ഉള്ളതാ ഏതാണ് 0.3 ആണ്. വെറുതെ 0.3 ചെയ്തത് ഇങ്ങനെ എഴുതണം കേട്ടോ. 0.3 വെറും പോയിന്റ് മാത്രം നമ്മൾ എഴുതില്ല, അതിന് മുന്നേ ഒരു 0 കൊടുക്കും. 0.3. അപ്പോൾ 2.3നെ 2.3 ആക്കി എഴുതി. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെയ്ത് മക്കളെ ആദ്യം 2 സ്ക്വയർ എഴുതി പ്ലസ് ഇനി 2 × 0.3 അല്ലേ. 2 × 0.3 ചെയ്യുക. മറക്കാണ്ട് ഇൻറ്റു 2 കൊടുക്കണം. ഈ ഇൻറ്റു 2 മറക്കരുത്. ഞാൻ വീണ്ടും പറഞ്ഞ പ്ലസ് പ്ലസ് നോക്കിയേ അടുത്ത 0.3ന്റെ സ്ക്വയർ 0.3ന്റെ സ്ക്വയർ നമ്മൾ ചെയ്യുന്നു. ഇത്രയല്ലേ ഉള്ളൂ. നോക്കി ചെയ്ത് നോക്കാം. നോക്കിയാ 2ന്റെ സ്ക്വയർ എത്രയാ 4 പ്ലസ് ഇനി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് നമുക്ക് മാറ്റി വെക്കുക. പോയിന്റ് അവിടെ നിൽക്കട്ടെ. 2 × 3 × 2 2 × 3 എന്ന് പറഞ്ഞാൽ 6 6 × 2 എന്ന് പറഞ്ഞാൽ 12. അപ്പം 12 അതേപോലെ എഴുതി 12 എഴുതി. ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് അല്ലേ, പോയിന്റിന് ശേഷം 1 അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം 1 കൊടുക്കാം. മതി, ആ പോയിന്റ് കൊടുത്ത് മതി. ഓക്കെ അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 ആണല്ലോ, പിന്നെ പോയിന്റ് ഇതാ ഇവിടെ നിന്ന് 1 പിന്നെ ഒരു പോയിന്റ് കൊടുത്തു. ഓക്കെ അല്ലേ. പ്ലസ് അതേപോലെ തന്നെ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ അത് പോയിന്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. 3ന്റെ സ്ക്വയർ എത്രയാ 3ന്റെ സ്ക്വയർ 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. ഇനി ഇവിടെ പോയിന്റിന് ശേഷം 1 ആണുള്ളത് അല്ലേ, 1 ആണ് വന്നത്. അപ്പോൾ അവിടെ സ്ക്വയറും വന്നു. നേരത്തെ 0ന്റെ സ്ക്വയർ വന്നപ്പോൾ 2 0 കൊടുത്തില്ല നമ്മൾ. അതേപോലെ പോയിന്റിന് ശേഷം 1 ആണുള്ളത്, അതിന് സ്ക്വയർ വന്നു. അപ്പോൾ പോയിന്റിന് ശേഷം 2 എണ്ണം വരും. പോയിന്റിന് ശേഷം 2 എണ്ണം വരും. ഓക്കെ, പോയിന്റിന് ശേഷം 2 എണ്ണം വരും. അപ്പം ഇവിടെ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 0 ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ഒരു 0 കൊടുക്കുന്നു. അപ്പോൾ പോയിന്റിന് ശേഷം 2 എണ്ണം വന്നല്ലോ, കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ. ഓക്കെ, ഇവിടെ 0.3 ആണ്. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് നമുക്കറിയാം. പോയിന്റിന് ശേഷം ഇവിടെ 1 ഉള്ളൂ, ഒരു അക്കല്ലേ ഉള്ളൂ, ഒരു ഡിജിറ്റൽ ഉള്ളൂ. അപ്പോൾ പോയിന്റിന് ശേഷം ഇവിടെ 1 ഉള്ളൂ. സ്ക്വയർ ആകുമ്പോൾ പോയിന്റിന് ശേഷം 2 എണ്ണം. ആൻസറിൽ പോയിന്റിന് ശേഷം 2 എണ്ണം വരണം, 2 ഡിജിറ്റ് വരണം. പോയിന്റിന് ശേഷം 2 എണ്ണം വന്നു. ഇവിടെ 9 മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് ഇങ്ങനെ 18 ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ ഒറ്റ നമ്പർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർന്ന് ഇവിടെ ഒരു 0 എന്ന് കൊടുത്തു. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മതി. ആൻസർ മക്കളതാ ഇത് ഞാൻ പ്ലസ് ചെയ്യുന്നത് മനസ്സിലാക്കി തരാം. അതായത് ഇവിടെ 4 ആണ്, പിന്നെ 1.2 ആണുള്ളത്, പിന്നെ 0.09 ആണുള്ളത്. ഓക്കെ, അപ്പോൾ പോയിന്റിന് ശേഷം ഇവിടെ താഴെയുള്ള പോലെ തന്നെ എല്ലാത്തിനും അതേപോലെ കൊടുക്കുക. പോയിന്റ് 2 അല്ലേ, ഒരു 0 കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സെയിം ആയില്ലേ. മേലെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. 4 എന്ന് പറഞ്ഞാലും 4.00 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇങ്ങനെ കൊടുക്കുക. ഓക്കെ അല്ലേ. പ്ലസ് ചെയ്തോളാം. പ്ലസ് ചെയ്ത് ഓക്കെ 9 2.5. അപ്പോൾ 529 അല്ലേ, 5.29. ഇതാണ് നമ്മുടെ ആൻസർ. ഈ സ്റ്റെപ്പ് ഇതേപോലെ ഫോളോ ചെയ്ത് ചെയ്യണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുഖമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത് 10.01 വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ മക്കളെ. തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പലർക്കും. 10.1 അല്ലേ, 10.1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 എഴുതാം, 0.1 എഴുതാം, കുഴപ്പമില്ലല്ലോ. 10 0.1. ഇനി നമുക്ക് ചെയ്ത് നോക്കണം. 10 സ്ക്വയർ പ്ലസ് 10 × 0.1 × എത്ര വരും 2. ഈ 2 മാർക്കരുത്, 2 മാർക്കാണ് ചെയ്യണം. മാർക്കാണ് 2 ഇടണം. വീണ്ടും പറയുന്നു. പ്ലസ് ബാക്കി എന്ന് പറഞ്ഞാൽ ബാക്കി പ്ലസ് 0.1 സ്ക്വയർ. ഇത് ശ്രദ്ധിക്കണം മക്കളെ, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. 0.1 സ്ക്വയർ സാർ പറയാം. ഓക്കെ റെഡി. 10 സ്ക്വയർ നമുക്കറിയാം 100 ആണ്. 100 പ്ലസ് 10 × 0.1 × 2. പോയിന്റ് ഒക്കെ ഒഴിവാക്ക്.
10 ഇൻറ്റു 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? 20 ആണ്. ഇനി നമുക്ക് പോയിന്റ് തിരിച്ചു കൊടുക്കാം. ഓക്കെ, പോയിന്റ് ശേഷം ഒന്നല്ല ഒരു സംഖ്യയല്ലേ ഉള്ളൂ. ഇവിടുന്ന് പോയിന്റ് ശേഷം ഒരു സംഖ്യ കൊടുക്കുക. പോയിന്റ് ശേഷം ഒരു സംഖ്യയായി മാറി ഒരു നമ്പർ. ഓക്കെ റെഡി. പ്ലസ് ശ്രദ്ധിക്കാം മക്കളെ, എന്താ 0.1 സ്ക്വയർ. ശ്രദ്ധിക്കുക, ആ 0.1 സ്ക്വയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് ആണ് ഇവിടെ ഉള്ളത്, ഒരു നമ്പർ ആണുള്ളത്. അപ്പോൾ സ്ക്വയർ വരുമ്പോൾ പോയിന്റ് ശേഷം 2 വരണം. അപ്പോൾ പോയിന്റ് ശേഷം 2 വരണം. പോയിന്റ് ചെയ്ത് ഇവിടെ ഒന്നുള്ളൂ, 2 വരണം. അപ്പോൾ ഞാനൊരു 0 കൂടി കൊടുത്തു, ഇവിടെ ഒരു 0 കൂടി കൊടുത്തു. ഓക്കെ ആണോ? ഇപ്പോൾ കത്തിയില്ലേ? ഇപ്പോൾ സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഫസ്റ്റ് പ്ലസ് ചെയ്ത് നമുക്ക് 100 എഴുതി. ഇവിടെ എന്താ 2.0 അല്ലേ? 2.0. അടുത്ത എന്താ 0.01. എല്ലാം സെയിം ആക്കി അവിടെ 0 കൊടുത്തു, ഇവിടെ 0.00 കൊടുത്തു. ആൻസർ ഒരു 102.01. ആൻസർ നമുക്ക് കിട്ടി 102.01. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി. അടുത്ത ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? 15.7 അല്ലേ? അപ്പോൾ 15.7 നമുക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ 15.7 15ഉം 7 0.7 ആക്കിയതാം അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം. ആദ്യം 15 സ്ക്വയർ പ്ലസ് 15 ഇൻറ്റു 0.7 ഇൻറ്റു 2 മാർക്കരുതേ, പ്ലസ് എന്തുവരും 0.7ൻ്റെ സ്ക്വയർ വരും. ഓക്കെ അല്ലേ? 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. പഠിക്കണം. ഓക്കെ, പ്ലസ് 15 ഇൻറ്റു 7 ഇൻറ്റു 15 ഇൻറ്റു 7 ഇൻറ്റു. ഇപ്പോൾ പോയിന്റ് അങ്ങ് ഒഴിവാക്കുക അല്ലേ? 15 ഇൻറ്റു 7 ഇൻറ്റു മക്കളെ 7 2 പറഞ്ഞാൽ 14. അപ്പോൾ 15 ഇൻറ്റു 14 നോക്കി, 15 ഇൻറ്റു 14 എന്ന് പറഞ്ഞെങ്കിൽ 0 20 അല്ലേ? ബാക്കി 2 വന്നു, 2 ഇൻറ്റു 4 ഇൻറ്റു 6 വന്നു, 0 15 0 1 210 വന്നു അല്ലേ? 210 14 70 210. ഓക്കെ, അപ്പോൾ 210 ഞാൻ ഇവിടെ എഴുതി, 210 എഴുതി. പോയിന്റ് ശേഷം ഒന്നാണല്ലേ, ഒരു നമ്പർ ആണല്ലേ? അപ്പോൾ ഇവിടെയും പോയിന്റ് ശേഷം ഒരു നമ്പർ ആക്കി കൊടുക്കാം. അപ്പോൾ 21.0. ഓക്കെ അല്ലേ? റെഡി. ഇനി 7ൻ്റെ സ്ക്വയർ. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 49 തരാം. അപ്പോൾ അത് നിങ്ങൾ തരാം 49 എഴുതാം. ഇനി പോയിന്റ് ശേഷം 1 ആണ് ആൻസർ. പോയിന്റ് ശേഷം 2 വരണം. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് നോക്കാം. പോയിന്റ് ശേഷം 2 ഇവിടെ ജസ്റ്റ് ഇവിടെ കൊടുത്താൽ മതി കണ്ടോ? ഇവിടെ 0 കൊടുത്താൽ. നേരത്തെ നോക്കി ഇവിടെ അങ്ങനെ വന്ന് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1ന് മുന്നേ ഒരു 0 നമ്മൾ ഇട്ട് കൊടുക്കാം. പോയിന്റ് ശേഷം 2 നമ്പർ വരണ്ടേ? ഇവിടെ പോയിന്റ് ശേഷം 2 നമ്പർ ഓൾറെഡി 2 നമ്പർ ഉണ്ട്, അതുകൊണ്ട് പോയിന്റ് സുഖമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 ശ്രദ്ധിക്കണേ. ജസ്റ്റ് പ്ലസ് ചെയ്ത് മക്കളെ എന്ത് വരും? 225.00 ആദ്യം കൂടെ കൊടുത്തോ, പ്ലസ് 21.00 പ്ലസ് 0.49. ആൻസർ വരിക 94642 അല്ലേ? 246.49. ദിസ് ഈസ് ദി ആൻസർ. സിമ്പിൾ അല്ലേ? എളുപ്പത്തിന് കാര്യങ്ങൾ കിട്ടില്ലേ? ഓക്കെ, അപ്പം ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സാറ് തരികയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പ്രശ്നം ഫൈൻഡ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. ഇരിക്കാം. 36 സ്ക്വയർ മൈനസ് 4.3 സ്ക്വയർ. ഇത് 2 നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഓൺ എക്സാമിന് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 36ന് സ്ക്വയർ ഇതേപോലെ ചെയ്യണം. 36 സ്ക്വയർ ചെയ്തതിന് ശേഷം 4.3ന് സ്ക്വയർ ചെയ്യണം. 2 കണ്ടുപിടിച്ചതിന് ശേഷം 2 മൈനസ് ചെയ്താൽ മതി. മനസ്സിലല്ലേ? അപ്പോൾ ഇതാണ് മക്കളെ, ഇത് കമൻറ്റ് ഇടുക. നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബിലോ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു മാർക്കിന് 1 മാർക്കിന് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് അവസാനം തന്ന ഒരു സംഭവമാണ്. ഇതാണ് 1.5 സ്ക്വയർ 2.5 സ്ക്വയർ പിന്നെ എന്താ 3.5 സ്ക്വയർ. ഇതെന്താ ഇവിടെ പ്രത്യേകത? എന്താ 0.5 വന്നു അല്ലേ? നമ്പർ തന്നതിന് ശേഷം 0.5 ഡെസിമലാണ് ഇവിടെ വന്നത്, 0.5 ആണ്. അപ്പോൾ 0.5 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. എളുപ്പ വഴിയാണ്. അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് മക്കളെ. 1.5 എങ്ങനെ 1.5 സ്ക്വയർ കാണാം? നിങ്ങൾ എന്താ 1 ഈ 1 അല്ലേ? 1 ഇൻറ്റു 1 അടുത്ത നമ്പർ ഏതാ? 2 ആണ് അല്ലേ? ഈ ചെയ്തതിന് ശേഷം പ്ലസ് ഒരു 0.25 വെറുതെ കൊണ്ട് കൊടുക്കാം. 0.25 വെറുതെ കൊടുക്കുക. 1 2 മക്കളെ 2 ആണ്. അപ്പോൾ 2 പ്ലസ് 0.25 2 പ്ലസ് 0.25 2.25. ഇതാണ് നമ്മുടെ ആൻസർ 2.25. സിമ്പിൾ. അടുത്ത ദിവസം നോക്കാം, കിട്ടും. ഓക്കെ, 2 അടുത്ത നമ്പർ ഏതാ? 3 ആണ്. അപ്പോൾ 2ന് 3 എത്രയാണ് മക്കളെ? 2 എന്നാ 2ൻ്റെ അടുത്ത നമ്പർ 3 ആണ്. പ്ലസ് ഒരു 0.25 കൊടുക്കുക. അതായത് 6 പ്ലസ് 0.25 നമുക്ക് ആൻസർ കിട്ടും 6.25. ചെയ്യാണ്ട് ഓക്കെ, നിങ്ങൾ മൈൻഡിൽ നോക്കി 3.5 സ്ക്വയർ 3ൻ്റെ അടുത്ത നമ്പർ 4 ആണ്. ഇപ്പോൾ 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12.25 ആൻസർ കിട്ടി. 12.25. സിമ്പിൾ. നോക്കി മക്കളെ, 4.5 സ്ക്വയർ എത്രയായിരിക്കും? 4.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു അടുത്ത നമ്പർ 5. 4 ഇൻറ്റു 5 എത്ര? 20. ഇപ്പോൾ 20.25 കിട്ടിയോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു
കമൻറ്റും കൂടി ഇടാം. 5.5-ൻ്റെയും 6.5-ൻ്റെയും സ്ക്വയർ എനിക്ക് കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾ നേടാ കമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സ്കോളർഷിപ്പ് ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ റേസിൻ്റെ തന്നെ 70% ആണ്. ഓഗസ്റ്റ് 10th മുന്നേ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ 70% നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഫീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ഫൗണ്ടേഷൻ കോഴ്സസ് ആണ്. 8th, 9th, 10th ഫൗണ്ടേഷൻ കോഴ്സസ് ആണ്, സാധാ കോഴ്സ് അല്ല. കാരണം നമ്മൾ 8th പഠിപ്പിക്കുന്ന മാത്രം ടെക്സ്റ്റിൽ മാത്രം നമ്മൾ പഠിപ്പിക്കുക. 8ാം ക്ലാസ്സിൽ നിങ്ങൾ 9th-ലേക്കും 10th-ലേക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 8th തന്നെ ഞങ്ങൾ ഇതും പഠിപ്പിച്ച് തരും, സെറ്റാക്കി തരും. ഓക്കെ, അതാണ് ഫൗണ്ടേഷൻ കോഴ്സ്. എന്താ നമ്മൾ +1 +2 ആകുമ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആയാലും ഡോക്ടറൊക്കെ ആവാൻ പോവല്ലേ, അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ ആ +1 +2ലേക്ക് നിങ്ങൾ എത്തിക്കുന്ന മുന്നേ നിങ്ങളെല്ലാവരെയും നിങ്ങൾ സെറ്റാക്കി കൊണ്ടുപോകാം. നമ്മൾ ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു 9th ആയാലും 10th ആയാലും എല്ലാ ടൈപ്പ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഒരു കാര്യം മറക്കരുത്, എന്താണ് നമ്മൾ വീണ്ടും ഈ അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് സാറ് വരും. അതുകൊണ്ട് നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഇനി സ്ക്വയേഴ്സിൽ ഒരു ഡൗട്ടും ഇല്ല, എല്ലാം സെറ്റാണ്. നന്നായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കാം. എല്ലാവർക്കും, എല്ലാ മക്കൾക്കും, എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.